അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറാഅത്ത് രാവ്, അനുഗ്രഹീങ്ങൾ കണക്കാക്കപ്പെടുന്ന പവിത്ര രാവ്. പ്രപഞ്ചപരിപാലകനായ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ഏറെ വർഷിക്കപ്പെടുന്ന അനുഗ്രഹീത മാസമത്രേ വിശുദ്ധ ഷഅബാൻ. മനുഷ്യരുടെ ചെയ്തികൾ വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്നത് ഷഅബാൻ മാസത്തിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്ത, സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്ത മാസവുമത്രേ ഷഅബാൻ. ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, താങ്കൾ ഷഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നതായി ഞാൻ കാണുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബ്, റമദാൻ മാസങ്ങൾക്കിടയിൽ വരുന്ന ഷഅബാനിനെക്കുറിച്ച് ജനങ്ങൾ അശ്രദ്ധരാണ്. പ്രപഞ്ചനാഥനിലേക്ക് മനുഷ്യരാശിയുടെ കൃത്യങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ. അതിനാൽ എൻ്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനല്ലാതെ ഒരു മാസം പൂർണ്ണമായി നോമ്പനുഷ്ഠിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഷഅബാൻ മാസത്തേക്കാൾ കൂടുതൽ നോമ്പെടുത്ത മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റമദാനിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രാധാന്യം നൽകിയിരുന്നത് ഷഅബാൻ ആയിരുന്നുവെന്ന് ഇത് ബോധിപ്പിക്കുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനസ് റളിയല്ലാഹു അൻഹു നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, റമദാനിന് ശേഷം നോമ്പനുഷ്ഠിക്കൽ പുണ്യമുള്ള മാസമേതാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷഅബാൻ. റമദാനിനോട് ആദരവ് പ്രകടമാക്കൽ, റമദാനിനോടുള്ള ആദരവ് പ്രകടമാക്കാൻ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്. ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അലി റളിയല്ലാഹു അൻഹു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഷഅബാൻ 15 ആഗതമായാൽ അതിൻ്റെ രാവിനെ നിങ്ങൾ നിസ്കാരം കൊണ്ട് സജീവമാക്കുകയും പകലിൽ നോമ്പെടുക്കുകയും ചെയ്യുക. കാരണം അന്ന് സൂര്യാസ്തമയത്തോടെ അള്ളാഹു താഴെ ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നു, പാപമോചനം നടത്തുന്നവരില്ലേ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഔദാര്യം തേടുന്നവരില്ലേ, ഞാൻ അവർക്ക് ഔദാര്യം ചെയ്തിരിക്കുന്നു. വൈഷമ്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരില്ലേ, ഞാൻ അവർക്ക് സൗഖ്യം പ്രാധാന്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ വിഭാഗത്തെയും അള്ളാഹു വിളിച്ച് അവൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു. ഇത് പ്രഭാതം വരെ തുടരുകയും ചെയ്യുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, തുർമുദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കാണാതായി. ഞാൻ അന്വേഷിച്ചു പുറത്തിറങ്ങി. അന്നേരം അവിടുന്ന് ബഖീഇൽ, അതായത് മദീനയിലെ മഖ്ബറ, ആ ബഖീഇൽ ആകാശത്തേക്ക് തല ഉയർത്തി നിൽപ്പായിരുന്നു. അവിടുന്ന് ചോദിച്ചു, അള്ളാഹു നിന്നോടും എന്നോടും അന്യായം ചെയ്തതായി നീ ധരിച്ചോ? ഞാൻ പറഞ്ഞു, തങ്ങൾ മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് പോയതായിരിക്കുമെന്നാണ് ഞാൻ ഊഹിച്ചത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഅബാൻ 15 അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ പേർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഷഅബാൻ 15 അള്ളാഹു പ്രത്യക്ഷപ്പെടുകയും സത്യനിഷേധിയും മനസ്സിൽ വിദ്വേഷം വെച്ചു നടക്കുന്നവനെയുമല്ലാത്ത മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇതേ ആശയം ദ്യോതിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ വേറെയും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപയുക്ത ഹദീസുകളുടെ പ്രാമാണികതയുടെ പിൻബലത്തിൽ പൂർവികരായ സ്വാർത്ഥികർ ഈ രാവിന് ഏറെ പവിത്രത നൽകുകയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുക പതിവായിരുന്നു. താബികളിൽ പ്രമുഖരായ ഖാലിദ് ബിനു മഅ്ദാൻ റളിയല്ലാഹു അൻഹു, മക്ഹൂൽ റളിയല്ലാഹു അൻഹു, ലുഖ്മാൻ ബിനു ആമിർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഇത്തരത്തിൽ പ്രാധാന്യം കൽപ്പിക്കുകയും ജനങ്ങൾ ഈ ദിനത്തെ മഹത്വവൽക്കരിക്കുന്നതിൽ അവരെ പിൻപറ്റുകയും ചെയ്തിരുന്നതായി ചരിത്രത്തിൽ കാണാം. ബറാഅത്ത് രാവിൽ പള്ളിയിൽ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നതിനെ പലരും എതിർത്തിട്ടുണ്ടെങ്കിലും ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു അടക്കമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതർ പറയുന്നത് ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് നിസ്കാരത്തിൽ ചെലവഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്നാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു,
അദ്ദേഹം തൻ്റെ ബസറയിലെ ഗവർണർക്ക് ഇപ്രകാരം എഴുതി അറിയിച്ചു: വർഷത്തിലെ 4 രാത്രികൾ നീ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മഹത്തര രാത്രികളാണത്രേ അവ. റജബിലെ ആദ്യ രാത്രി, ഷഅബാൻ 15-ാം രാവ്, 2 പെരുന്നാൾ രാവുകൾ എന്നിവയാണവ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതേ ആശയം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു: ഷഅബാൻ 15 രാത്രിയിൽ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് അയക്കുകയും സ്വർഗത്തോട് അണിഞ്ഞൊരുങ്ങാൻ ആജ്ഞാപിക്കുകയും ചെയ്യുമത്രേ. നിശ്ചയം അള്ളാഹു ഈ രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും രാപ്പകലുകളുടെയും വൃക്ഷങ്ങളിലെ ഇലകളുടെയും എണ്ണം കണക്കെ ആളുകളെ നരകമോചനം നൽകുന്നതാണ്. അത്വാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു: ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ ഷഅബാൻ 15 രാത്രിയേക്കാൾ മഹത്തരമായ മറ്റൊരു രാവില്ല. സത്യനിഷേധികളും വിദ്വേഷവും പകയും കൊണ്ടു നടക്കുന്നവരും കുടുംബബന്ധം മുറിച്ചവരുമൊഴികെ മുഴുവൻ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ബറാഅത്ത് എന്നാൽ മോചനം എന്നർത്ഥം. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും മോചനത്തിൻ്റെ പ്രവിശാലമായ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന സുധന്യ സന്ധ്യയാണ് ബറാഅത്ത് രാവിൻ്റെ വാചകാർത്ഥം തന്നെ പ്രകാശിതമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ 3-ാം സൂക്തത്തിൽ പ്രതിപാദിക്കപ്പെട്ട ലൈലത്തുൽ മുബാറക്ക കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദ്ർ ആണെന്നാണ് മിക്ക മുഫസ്സിറുകളും രേഖപ്പെടുത്തിയത്. ഷഅബാൻ 15-ാം രാവാണെന്ന് അഭിപ്രായപ്പെടുന്ന പ്രമുഖരുമുണ്ട്. ബറാഅത്ത് രാവിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന പ്രമാണങ്ങൾ വിശദമാക്കിയ ശേഷം ഷെയ്ഖ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു: ചുരുക്കത്തിൽ ഈ രാവിന് ഏറെ ശ്രേഷ്ഠതകളുണ്ട്. ഇതിൽ സവിശിഷ്ടമായ പാപമോചനവും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം സാഫല്യവും ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത്. ഫത്താവിൽ കുബ്രയിൽ കാണാം. ഖുർആനിൽ നിന്ന് പ്രത്യേകമായ ചില അധ്യായങ്ങൾ ഓതി പ്രാർത്ഥന നടത്തൽ പ്രത്യേകം സുന്നത്താണെന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു തരീം റളിയല്ലാഹു അൻഹുവിൻ്റെ റിസാലയിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നു: ബറാഅത്ത് രാവിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സൂറത്ത് യാസീൻ 3 തവണ തുടർച്ചയായി ഇടയിൽ മറ്റു സംസാരങ്ങളൊന്നുമില്ലാതെ പാരായണം ചെയ്യൽ അത്യാവശ്യമാണ്. അവയിൽ ഒന്നാമത്തേത് തൻ്റെയും താൻ സ്നേഹിക്കുന്നവരുടെയും ദീർഘായുസ്സിനും, രണ്ടാമത്തേത് ഭക്ഷണപാനീയങ്ങൾ അഭിവൃദ്ധി ലഭിക്കുവാനും, മൂന്നാമത്തേത് ഇഹപര വിജയങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള നിയ്യത്തോടുകൂടിയുമായിരിക്കണം. ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുവാനും ഭക്ഷണത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും സൗഭാഗ്യ സിദ്ധമായ അന്ത്യം അതായത് ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാനും ഷഅബാൻ 15 രാവിൽ ഓരോ യാസീൻ ഓതുക എന്നുള്ളത് മുഅ്മിനീങ്ങളിൽ നിന്ന് അനന്തരമായി ലഭിച്ചതാണെന്ന് ഇത്ഹാഫിലെ കാണാം. ഹദീസുകളുടെയും പ്രാമാണികമായ മഹത് വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏറെ സവിശേഷതയും പ്രാധാന്യവും പുണ്യവുമുള്ള രാവാണ് ഷഅബാൻ 15-ാം രാവ് എന്നത് മനസ്സിലാക്കുവന്നതാണ്. ഈ രാവിനെ ആദരിക്കുകയും അതുപോലെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന രീതി മഹാന്മാരായ പൂർവികരിൽ നിന്ന് ലഭിച്ച അമൂല്യമായ പൈതൃകമാണ്. പൈതൃകത്തിൻ്റെ കണ്ണികളിൽ കോർത്തിണക്കപ്പെട്ട വിശുദ്ധപാതയാണ് ഇസ്ലാമിൻ്റെ മുസ്തഖീമായ പാത. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ മുസ്തഖീമായ പാതയിൽ വഴി നടത്തണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.